ഹായ്, എല്ലാവർക്കും ടോണി ചേട്ടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് മെഴുക്ക് വരട്ടിയാണ്. ഇച്ചിരി പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ബീട്രൂട്ട് ചെറുതായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക. അതിനുശേഷം നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് പച്ചമുളക് ഇടുമ്പോഴേക്കും എരിവൊക്കെ നോക്കിയിട്ട് വേണം ഇടാൻ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ ചെട്ടിയിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ എല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ടൊന്ന് നമുക്ക് വേവിക്കാം. അപ്പോൾ വേവിക്കാനായിട്ട് നമുക്കൊന്നൊരു അടപ്പൊക്കെ വെച്ച് അടച്ച് വെച്ചുകൊണ്ട് നമുക്കൊന്ന് കുറച്ച് നേരം വേവിക്കാം. ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് മാത്രമേ ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് ഏകദേശം വെന്തിട്ടുണ്ട്, ഇനി വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ നമുക്ക് ആ സമയം നോക്കി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് വെള്ളം മുഴുവൻ വറ്റുന്നത് വരെ നമുക്ക് നോക്കാം അല്ലേ. വെള്ളം എല്ലാം വറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റണം. ബൗളിലേക്ക് മാറ്റി നമുക്ക് ഇടുകയാണ്. ബൗളിലേക്കൊക്കെ മാറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചീനച്ചട്ടിയിലിട്ടിട്ട് ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബൗളിലേക്ക് മുഴുവനായിട്ട് അങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റാം അല്ലേ. അപ്പോൾ നമ്മൾ ഏകദേശം 1.5 മുറി ബീട്രൂട്ടാണ് എടുത്തിരുന്നത്. 1.5 മുറി ബീട്രൂട്ടാണ് നമ്മൾ എടുത്തത്. അപ്പം നമുക്കിനി ചീനച്ചട്ടിയൊക്കെ അടുപ്പിലോട്ട് വെക്കാം. ചീനച്ചട്ടിയൊക്കെ അടുപ്പിലോട്ട് വെച്ചിട്ട് എണ്ണയൊക്കെ നമ്മൾ തിളച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലൊക്കെ ഇട്ടെടുക്കുമ്പോൾ നല്ല അടിപൊളി മണമായിരിക്കും കേട്ടോ. അപ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു സ്പൂണ് നമുക്കൊരു കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കുരുമുളക് പൊടി അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ബീട്രൂട്ട് അങ്ങോട്ട് നമുക്ക് നല്ല കുരുമുളക് പൊടി ഒന്ന് പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബീട്രൂട്ട് അങ്ങോട്ട് എടുത്ത് തട്ടാം അല്ലേ. അപ്പം നമ്മൾ ഏകദേശം വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അങ്ങോട്ട് ഈ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ല പോലെ അങ്ങോട്ട് മുരിച്ചങ്ങോട്ട് എടുക്കുക അല്ലേ. എണ്ണയ്ക്ക് നല്ല ഫ്രൈ ആയിട്ട് അങ്ങോട്ട് എടുക്കാം അല്ലേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ അങ്ങോട്ട് മുരിച്ച് അങ്ങോട്ട് എടുക്കണം. അപ്പോൾ നല്ല അടിപൊളി മണം കുരുമുളകിൻ്റെയും മറ്റേ കറിവേപ്പിലയുടെയും നല്ല എണ്ണയുടെ ഒക്കെ ആയിട്ട് നല്ല നല്ല അടിപൊളി ഒരു മണമായിരിക്കും കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ആരെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ഇടണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബീട്രൂട്ട് മെഴുക്കിട്ട് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല അടിപൊളിയാണ്. അപ്പോൾ ടോണി ചേട്ടൻ ബ്ലോഗ്സ് വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി.